നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് സെലക്ട് ആയി സ്റ്റുഡന്റിൽ വരട്ടെ. അതിനുവേണ്ടിയാണ് ആ വീഡിയോ ചെയ്തത്. എന്തിനാണ് ചേട്ടാ ഇങ്ങനെ പാവങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത്? ഇതുള്ള വേക്കൻസി ആണോ? ഇത് വെറും തട്ടിപ്പല്ലേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ച പലരും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ പറ്റിയാണ് ഈ കാര്യം പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ സ്വീഡനിലേക്ക് വരാം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്താണ് ആ വീഡിയോ എന്നുള്ള ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ടൂറിസം കൗൺസിലൊക്കെ പോലെ സ്വീഡനിലെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് വിസിറ്റ് സ്വീഡൻ. അവർ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ വർഷം അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളെ 10 പേരെ സെലക്ട് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ 5 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. ഈ സെലക്ട് ചെയ്യുന്ന 5 പേർക്ക് ഒരാളെ കൂടെ കൊണ്ടുവരാനുള്ള അവസരം കൂടിയുണ്ട്. എന്നിട്ട് സ്വീഡനിലെ സ്വീഡിഷ് ആർക്കിപ്പെലോഗയിൽ, ലോകത്തെ ഏറ്റവും അധികം ഐലൻഡുകളുള്ള ഒരു രാജ്യമാണ് സ്വീഡൻ. ആർക്കിപ്പെലോഗയിൽ 5 ഐലൻഡുകൾ സെലക്ട് ചെയ്തിട്ട് അവിടെ താമസിക്കാൻ അവസരം കൊടുക്കുന്നു. 1 വർഷം ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള അവസരമാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്നവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 1 മിനിറ്റിൽ താഴെയുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് അവരെ ടാഗ് ചെയ്ത് അവർ പറയുന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യുക. അതുകൂടാതെ ഇതിനൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അതിൽ അപ്ലൈയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയാണ് ഇതിന്റെ അവസാനത്തെ ഡേറ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് സെലക്ടഡ് ആയിട്ടുള്ള 5 പേരെ അവരെ അറിയിക്കുകയും അവർക്ക് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്, അതിനൊരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. 20,000 സ്വീഡിഷ് ക്രോണർ വരെയുള്ള അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്, അതായത് 2 ലക്ഷം രൂപ വരെയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും അവർ കൊടുക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല. അവരെങ്ങനെയാണ് ഒരാളെ സെലക്ട് ചെയ്യുന്നത്, എന്താണ് ക്രൈറ്റീരിയ ഒന്നും അറിയില്ല. ഇതൊരു മൈഗ്രേഷൻ പ്രോഗ്രാമോ ജോലി നേടാനുള്ള വഴിയോ സ്വീഡനിലേക്ക് വരാനുള്ള മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയോ ഒന്നുമല്ല. ഇത് ജസ്റ്റ് സ്വീഡന്റെ കൾച്ചറും ടൂറിസവും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതെല്ലാവരും അറിഞ്ഞിരിക്കുക. അപ്പോൾ അല്ലാതെ സ്വീഡനിലേക്ക് വെറുതെ ആളുകളെ കൊണ്ടുവരാനുള്ള ഒരു വഴിയല്ല. പല ഇൻഫ്ലുവൻസേഴ്സും പല വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഈ ചെയ്ത വീഡിയോ കണ്ടിട്ട് പല ഇൻഫ്ലുവൻസേഴ്സും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അവരും ഈ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൽ സത്യസന്ധമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാൻ എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ആരെങ്കിലും ഇതിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഈ കാര്യങ്ങൾ കൂടി മനസ്സിൽ വെച്ച് വേണം അപ്ലൈ ചെയ്യാൻ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യേണ്ടത്, ഇത് നമ്മൾ എന്തിനാണ് വരുന്നത്, നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ ഈ ഒരു കൗൺസിലിന് അവർക്ക് എന്താണ് പ്രയോജനം, സ്വീഡന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നമുക്ക് ലോകത്തിലുള്ള മറ്റുള്ള ആളുകളിലേക്ക് സ്വീഡനെ എത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ നോക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും അവസരമില്ല, ഞാനല്ല, എനിക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല. ഞാനൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പം അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് സെലക്ട് ആയി സ്വീഡനിൽ വരട്ടെ. അതിനുവേണ്ടിയാണ് ആ വീഡിയോ ചെയ്തത്.